ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ബിനിയാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്യാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ തൊട്ടടുത്താണ് ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി മറക്കാതെ ഒന്ന് എനേബിൾ ചെയ്തേക്കണം. അപ്പോൾ വേഗം തന്നെ നമുക്ക് നമ്മുടെ കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഇതിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും സ്പൈസസും കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം ചുക്ക്, ഒരു പട്ട, ഒരു ഏലയ്ക്ക, 1/2 ടീസ്പൂൺ ജാതിക്കയും കൂടെ ചേർത്ത് എല്ലാം നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് കറുത്ത മുന്തിരി, 1/2 കപ്പ് ടൂട്ടി ഫ്രൂട്ടി, 1/4 കപ്പ് ചെറി, 1/4 കപ്പ് ബദാം, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാഷ്യൂ വേണമെങ്കിൽ അതെടുക്കാം, ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം. ഇനി നമ്മളിത് 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് ചെറു തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇട്ട് കൊടുത്ത ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇത് നേരത്തെ തന്നെ സോക്ക് ചെയ്യുന്നതിന് പകരമാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് വറ്റിയൊന്നും പോകണ്ട നമ്മുടെ ഓറഞ്ച് ജ്യൂസ്. ഓറഞ്ച് ജ്യൂസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ജ്യൂസ് എടുത്താലും മതിയാകും. ഈ ഒരു പരുവം എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ കാരമൽ സിറപ്പാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതായത് പഞ്ചസാര കരിച്ചെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ നല്ല രീതിയിൽ വേഗം തന്നെ അലിഞ്ഞ് കിട്ടും. ഇപ്പോൾ തന്നെ കളറൊക്കെ ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ചൊന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കാം. നല്ലൊരു കളറായി വരണം. അപ്പോഴാണ് നമ്മളുടെ കേക്കിന് നല്ല കളറ് കിട്ടുന്നത്. ഇപ്പോൾ അത്യാവശ്യം കുറച്ച് കളറായി വന്നിട്ടുണ്ട്. കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരും. ആ ഒരു സമയത്താണ് നമ്മൾ ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഞാൻ 3 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാടൊന്നും ചേർക്കണ്ട. കാരണം ഒരുപാട് നമ്മൾ ചേർത്ത് കൊടുത്താൽ പിന്നീട് നമ്മൾ ബാറ്റർ റെഡിയാക്കുമ്പം ലൂസായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ മാത്രം എടുത്താൽ മതിയാകും. ഇനി നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പ് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇതൊക്കെ തണുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നല്ല രീതിയിൽ അരിച്ച കട്ടകളൊന്നും ഇല്ലാതെ ബേക്കിംഗ് പൗഡറൊക്കെ എല്ലാം നന്നായിട്ട് മിക്സായി വരണം. അതെല്ലാം നന്നായിട്ട് അരിച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. നമുക്കൊരു വിസ്കി യൂസ് ചെയ്തോ ഫോർക്ക് യൂസ് ചെയ്തോ എങ്ങനെയെങ്കിലും ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ചൊന്ന് പതപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് ഫ്ലഫി ആയിട്ടൊന്നും വരണ്ട. കുറച്ചൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. ഇപ്പം നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും സ്പൈസസും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 ബാച്ചസ് ആയിട്ടാണ് പഞ്ചസാരയുടെ മിക്സ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നല്ല രീതിയിലൊന്ന് അടിച്ച് എല്ലാം നല്ല രീതിയിൽ ഒന്ന് മിക്സായി വരണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് ക്രീമി ആയിട്ട് വരുന്നവരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വാനില എസൻസ് വേണം എന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഇപ്പോൾ ആഡ് ചെയ്യാം. ഞാനിതിൽ ആഡ് ചെയ്യുന്നില്ല. കാരണം ഓൾറെഡി നമ്മൾ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു ടെക്സ്ചറിലാണ് നമ്മുടെ കാരമൽ സിറപ്പ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആ കാരമൽ സിറപ്പും നന്നായിട്ടൊന്ന് മിക്സായി വരണം. ഇപ്പം തന്നെ നല്ല കളറായിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ പ്ലം കേക്ക് നല്ല കളറിലാണ് ഇരിക്കുന്നത്. ഇതെല്ലാം റെഡി ആയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ 2 ബാച്ചസ് ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ ഒരിക്കലും ലൂസായി പോകരുത്. ലൂസായി പോവുകയാണെങ്കിൽ നമ്മളതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് അങ്ങ് അടിയിൽ പോയി സെറ്റാകാനുള്ള ചാൻസാണ് കൂടുതൽ. അപ്പോൾ ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം.
ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഡ്രൈ ഫ്രൂട്ട്സ് എപ്പോഴും ചൂടാറിയതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. അതുപോലെ തന്നെയാണ് കാരമൽ സിറപ്പും ചൂടാറിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നേരത്തെ ഞാൻ റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്ത പ്ലം കേക്കിൻ്റെ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊണ്ടുവരാം. പ്ലം കേക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ട് ഭയങ്കരമായിട്ട് നിറഞ്ഞിരിക്കുന്നതായിരിക്കുമല്ലോ. ഭയങ്കര ടേസ്റ്റിയാണ്, മാത്രമല്ല കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് കേക്ക് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പേപ്പർ കേക്ക് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങളിപ്പം ചൂസ് ചെയ്യുന്ന കേക്ക് ട്രേയിൽ നമ്മുടെ ബാറ്റർ ഒരുപാടങ്ങ് നിറഞ്ഞു നിൽക്കുന്ന രീതിയിലാകരുത്. പകുതി ഭാഗത്ത് നിന്നും കുറച്ചും കൂടെ ഒന്ന് കൂടുതൽ നിന്നാൽ മാത്രം മതിയാകും. മുഴുവനായിട്ടോ മുക്കാൽ ഭാഗവും വെക്കുന്നതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല. അങ്ങനെ ആയിരിക്കും വെക്കുന്നത് നല്ലത്. അപ്പോഴാണ് നമുക്ക് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി ഇതെല്ലാം നമ്മുടെ കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം ഇതുപോലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാം നന്നായി സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാഷ്യൂവും കിസ്മിസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതിയാകും. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. തികച്ച ഓപ്ഷനിലാണ്. ഇപ്പം നമ്മളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 10 മിനിറ്റ് നേരം മുന്നേ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്ത പാനിലേക്ക് നമ്മളിതെടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അടച്ചതിന് ശേഷം മുകളിലൊരു വെയിറ്റും വെച്ച് കൊടുത്ത് ഫസ്റ്റ് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. 1 മണിക്കൂർ നേരം കൊണ്ട് ഇത് നന്നായിട്ട് ബേക്കായി കിട്ടും. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായോ എന്ന് അറിയാനായിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതിയാകും. ക്ലിയർ ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നതെങ്കിൽ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇത് തലേന്ന് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോഴായിരിക്കും ശരിക്കും സൂപ്പർ ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. റമ്മിൽ സോക്ക് ചെയ്ത് വെച്ച് പ്രിപ്പയർ ചെയ്ത പ്ലം കേക്കിനേക്കാളും ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്ലം കേക്കായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. ഇവിടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ മറക്കാതെ അറിയിക്കുക. ഇന്നത്തെ നമ്മുടെ ഈ കേക്ക് എല്ലാവർക്കും ഇഷ്ടമായിക്കാണെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.